എന്തുകൊണ്ടാണ് യൂട്യൂബ് നോക്കുമ്പോൾ നല്ല ആവേശവും ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നത് എന്നാണ് അതിന്റെ മലയാളം. എന്റെ മലയാളം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇന്നിപ്പോ ഒരാൾക്ക് ക്ലാസ് എല്ലാം കേട്ടിട്ട് തരിപ്പായിട്ട് ഒരു ജുസെങ്കിലും ഖുർആൻ ഓതണമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു 10:30 ഖുർആൻ ഓതാൻ തുടങ്ങി. ഒരു ജുസ് ഓതണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ടേ, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്. ഖുർആൻ ഓതി ഒരു 3 പേജ് ഓതുമ്പോൾ ഉണ്ടാവും കണ്ണെന്ന് വെള്ളം ചാടുന്നു. എന്നിട്ട് വജിലത്ത് ഖുലൂബ് അല്ല, ഉറക്കം വന്നിട്ട്. പിന്നെ നമുക്ക് മസല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അറിയുന്നോണ്ട് ഉറക്കം വന്നാൽ ഖുർആൻ ഓതരുത് എന്നാണല്ലോ മസല. അത് പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, ഖുർആൻ അവിടെ പോയി ഉറങ്ങും. തെളിവ് ഹദീസും ഉണ്ടാവും. ഇന്നലി ജസദിക ഹഖൻ, ദലീലും കൂടി വന്നാൽ പിന്നെ പ്രശ്നമേ ഇല്ലല്ലോ. ഓക്കെ, പ്ലാൻ എ ഖുർആനോത്ത് നടന്നിട്ടില്ല. ഇനി പ്ലാൻ ബി, നാളെ 10:30 നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയേ. 11:30 12:30 വാട്സപ്പ് ലാസ്റ്റ് സീൻ ടുഡേ 1:13. ഇതെന്താ പ്രശ്നം എന്നാണ് ഹദ്ദാദ് ഇമാമിനോടുള്ള ചോദ്യം. അതിന് മഹാൻ നൽകുന്ന മറുപടി നാഫിയായ ഇൽമില്ലാത്തോണ്ടാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ചിത്താരി ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും 3 അൽക്കഫ് ഓതും. ഓരോ ഇൽമു നാഫിയാണ്. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, സിറാത്ത് പാലത്തില് വീഴാൻ പോകുമ്പോ പിടിക്കാൻ വരുന്ന അമല സ്വലാത്ത്. ആ ഒറ്റ ഇബാറത്ത് മതി നമ്മളെ ജീവിതം നന്നാക്കിയെടുക്കാൻ. 15,000 കൊല്ലം സഞ്ചരിക്കാനുള്ള പാല സിറാത്ത് പാലം. ഈ സിറാത്ത് പാലത്തിൽ നടക്കുമ്പോൾ വീഴുമ്പോൾ നമ്മളെ പിടിച്ചു വെക്കാനുള്ള അമല സ്വലാത്ത്. ബാക്കിയുള്ള അമലുകളൊക്കെ നമുക്ക് ചിലപ്പോൾ തള്ളാം, സ്വീകരിക്കാന്നുള്ള ആശങ്ക ഉണ്ടെങ്കിലും സ്വലാത്ത് ഉറപ്പായിട്ട് സ്വീകരിക്കൂലേ. മാത്രല്ല, റൗളയിൽ സ്വലാത്ത് എത്തിക്കുമ്പോൾ എല്ലാ ദിവസവും 100 സ്വലാത്ത് ചെല്ലുന്ന ആളാണെങ്കിൽ റൗളയിൽ സ്വലാത്ത് എത്തിക്കുമ്പോൾ നമ്മുടെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യും. യുസല്ലി അലൈക ഫുലാൻ ബിൻ ഫുലാൻ എന്നാ പറയാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം മരണപ്പെട്ടാൽ അവിടുന്ന് ചോദിക്കൂലേ, എന്താ സ്വലാത്ത് ഇന്ന് ഇവന്റെ സ്വലാത്തില്ലല്ലോ, ഈ മോളെ സ്വലാത്തില്ലല്ലോ എന്ന് ചോദിക്കൂലേ. നമ്മുടെ മരണം വരെ റൗളയിൽ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ പറയണത്. കോടിക്കണക്കിന് സ്വലാത്ത് വലിയ മോമിനീങ്ങളുണ്ട്. അതിന്റെ ദുആ മജ്ലിസും കൂടിയാണ്. അള്ളാഹു അവരെ എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കൂല എന്നങ്ങോട്ട് തീരുമാനിക്കണം. ശരിക്കും നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. എന്നെ കാണാൻ വേണ്ടി തങ്ങൾ വരുമ്പോ തങ്ങളുടെ കാലിന് വല്ല കല്ലും തട്ടിയാൽ, ശത്രുക്കൾ വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കൂല. അതാണ് മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണത്. ലത്വാഇഫുൽ മആരിഫില് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, തുറലു അലയ്യ അമാലു ഉമ്മത്തി എന്ന ഹദീസ് ഉണ്ടല്ലോ, ബസാർ ഇമാമിന്റെ സോയി ഹദീസ്. എല്ലാ അമലും റൗളയിൽ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ അമലും കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോ പിന്നെ പറയാ, ആ ഹദീസ് വിശദീകരിച്ചിട്ട് പറയാ, ഫയസ്തഹിൽ അബ്ദു, ഒരടിമക്ക് ലജ്ജ ഉണ്ടാവണം. എന്ത്? ശുദ്ധിയുള്ള നേതാവിന്റെ മുമ്പിൽ എന്റെ സിനിമ കാണലോ, എന്റെ ഹറാമ് കാണലോ, എന്റെ തെറ്റോ, ഞാൻ കൈക്കൂലി വാങ്ങുന്നതോ, ഞാൻ കളവ് പറയുന്നതോ ആ നേതാവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കോ എന്ന് പേടിയും ലജ്ജയും ഉണ്ടാവണം. പേടിയുണ്ടാകണം. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ടില്ലേ, കർബല യുദ്ധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിനെ കൊന്ന ആൾക്കാരും മുസ്ലിങ്ങൾ തന്നെയാണ്. അവര് ലാസ്റ്റ് നരകത്തിൽ പോയിട്ട് ലാസ്റ്റ് ഒരു ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കൽ ലാസ്റ്റ് സ്വർഗം കിട്ടും. അങ്ങനെ ഞാൻ ആ കൊലപാതക ടീമിൽ ഉണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് സ്വർഗം കിട്ടുമല്ല, ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഞാൻ എന്നേരം പറയൂ എനിക്ക് സ്വർഗം വേണ്ടാന്ന്. കാരണം തങ്ങളെ മുമ്പിലേക്ക് കൂടി എങ്ങനെയാ പോവാന്ന്.
എങ്ങനെയാ തങ്ങളെ മുമ്പിൽ പോവാ? അതാണ് ഫയസ്തഹിൽ അബ്ദു, ഒരടിമക്ക് ലജ്ജ ഉണ്ടാവണം. എൻ്റെ ഈ തെറ്റ് എത്ര വൃത്തികെട്ട തെറ്റാണ് അവിടുത്തെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ. ബഹറുദ്ദുമോയിലെ ഹാഫിള് ബിനുൽ ജൗസി തങ്ങൾ പറഞ്ഞു, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഖദ് അഹ്സനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരിഹി, അല്ലാഹ് റൗളയിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിക്കും. എൻ്റെ പൊന്നു മോമിനീങ്ങളെ, നമ്മൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ക്രോമിലോ യൂട്യൂബിലോ ഒരു തെറ്റിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. നമ്മൾ ഈ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവിടുത്തെ ഖൽബിന് വേദന ഉണ്ടാവും. എന്തിനാ ആ പാവം നേതാവിനെ വേദനിപ്പിക്കണത്? ലോകത്ത് ആരെങ്കിലും തങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്ത നേതാവല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ തങ്ങളോട് പറയുന്നുണ്ട്, തങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരനേരം. സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം. എന്താ ദ്വാരനേരന്റെ മോളെ? ആയിഷാന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും ആയ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കോന്ന് വെച്ചു. അങ്ങനെ ദ്വാരന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ മാ അലനതു വമാ അസ്റർതു, എല്ലാ തെറ്റും നീ പുറത്തു. ആയിഷ ബീവിക്ക് ചിരി വന്നു. കാരണം എല്ലാ ദോഷവും പൊറുക്കൂന്ന് ഉറപ്പല്ലേ. ആയിഷ ബീവി ചിരിച്ച് 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 തല ഇങ്ങനെ താഴ്ത്തിയിട്ട് തങ്ങളുടെ മടിയിൽ വീഴാറായി. ആയിഷ ബീവിയുടെ തല പൊക്കിയിട്ട് ചോദിച്ചു, ആയിഷക്ക് സന്തോഷായോ? യെസ്, സന്തോഷായി. എങ്ങനെ സന്തോഷാവാതിരിക്കും? തങ്ങളെ അമ്മാതിരി ദ്വാല നടത്തി തന്നെ. എന്നാ ആയിഷ നീ കേട്ടോളി, ഇതേപോലെ എൻ്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ദ്വാരക്കാറുണ്ട് എൻ്റെ ഉമ്മത്തിന് നമുക്ക്. എന്നിട്ട് ആ നേതാവിന ഇന്നത്തെ സുബിയില് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ ഓർത്ത് നമ്മള് പിന്നെ എന്ത് മഹബത്ത് എന്നാ പറയണത് കൂട്ടരെ നമ്മളുടെ. ആ തങ്ങൾ മടക്കണമെന്ന് നമുക്ക് തോന്നീന? മഹാന്മാര് അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ മടക്കുന്നത് കേൾക്കാതെ ബാക്കി പറയൂല. നമുക്ക് മടക്കുന്നത് കേൾക്കണ്ട, മടക്കണമെന്ന് തോന്നെങ്കിലും വേണ്ടേ നമുക്ക്? ശരിക്ക് എങ്ങനെ ആ നേതാവിനെ നമ്മൾ ശരിക്കും മറക്കുക? നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സുഖമാണല്ലോ സ്വർഗം എന്ന് പറയണത്. സ്വർഗത്തിന്റെ സുഖം എങ്ങനെ ഇപ്പൊ നിങ്ങളോട് പറയാ? സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മളെ നാട്ടില് ഒരു മുഖരി ഉസ്താദ്, മുഅദ്ദിനുമാരെ നിന്ദിക്കുക എന്ന് പറഞ്ഞാല് ഖിയാമത്ത് നാളിന്റെ അടയാള. മുഅദ്ദിനുമാരെ നിന്ദിക്കുക. പേര് അസിസ്റ്റന്റ് ഖത്തീബ്, ജോലി മൂത്രപ്പുര കഴുകൽ. സാഹിത്യത്തിലാണ് ജോലിയല്ലോ. ബാങ്ക് വിളിക്കുന്നവരെ നല്ല ബഹുമാനിക്കണം. അത്വലുന്നാസി അയനാക്കന്നല്ലേ. എല്ലാരും പേടിച്ചിട്ട് തല ഇങ്ങനെ താഴ്ത്തി പരലോകത്ത് വെക്കുമ്പോ ഓരോ അഭിമാനപൂർവ്വം ഇങ്ങനെ നിൽക്കും. എന്തിനു പേടിക്കുന്നു? ബാങ്ക് കൊടുക്കണ ഉസ്താദ്മാരെ നല്ല ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടി എപ്പോഴും കൊടുക്കണം. നമ്മള് ബാങ്ക് കേൾക്കുന്ന കല്ലും മരങ്ങളൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാന്റെ അടുത്ത് സാക്ഷി വെക്കും. അങ്ങനെ ഒരു മുഅദ്ദിൻ ഉസ്താദ് കല്യാണം കഴിച്ച് കുറെ കാലമായി, കുട്ടികളായിട്ടില്ല. മുത്തക്ബറക്ക് ബിഹിയ ഒരു സയ്യിദ് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് വൈഫ് കുടിച്ചു. 1 വർഷം കൊണ്ടാവുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ ഒരു 8-7 മാസമായപ്പോൾ തന്നെ സ്കാനിങ് നടത്തിയപ്പോൾ എന്തോ റിപ്പോർട്ടിലൊരു പന്തികേട്, കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. പ്രസവിച്ചു നോക്കിയപ്പോൾ കുട്ടിക്ക് വലിയ പ്രശ്നമുണ്ട്. അപൂർവ രോഗം, ലക്ഷങ്ങൾ ചെലവായി. ലാസ്റ്റ് ആ കുട്ടി 6 മാസം കഴിയുമ്പോൾ മരിച്ചു. എത്ര കൊല്ലത്തിന് ശേഷം കിട്ടിയ കുട്ടി. പിന്നെ അടുത്ത കുട്ടിയായി, ആ കുട്ടിക്കും അതേ രോഗം. 8 മക്കളുണ്ടായി. 8 മക്കളും അപൂർവ രോഗത്തിന് അടിമപ്പെട്ട് മരിച്ചു. ലാസ്റ്റ് ഭാര്യ, മുഖരി ഉസ്താദിന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്യാൻസർ വന്നിട്ട് വേദന കൊണ്ട് പടന്നിട്ട് ഓറും പോയി. ഇപ്പൊ ഒറ്റയാനാണ്, കരയൂലോറ്, എപ്പം ചിരിയാന്ന്. ഒരാളോടെ കരയും, അള്ളഹാനോട്. ബാക്കിയുള്ള ആളോടൊക്കെ ചിരിയ. ആ പാവം ഒരിക്കൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു വലിയ NP ലോറി വന്ന് ഇടിച്ച് കൈയും കാലും കഷ്ണമൊക്കെ വേറെ വേറെയായി, തല വേറെയായി. പോസ്റ്റ്മോർട്ടത്തിന് അവയവം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ മുഖരി ഉസ്താദ് പരലോകത്തെത്തിന്ന് സങ്കല്പിക്കാം. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒരേ ഒരു സെക്കൻഡ് മൂപ്പരെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് മലക്കള് ചോദിക്കും. അള്ളാഹുവിന്റെ ചോദ്യമായിട്ട് വരും, ദുനിയാവില് നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടായിനോ? ഇല്ലല്ലോ. ഓർമ്മിച്ച് നോക്കൂ, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇല്ല. ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇല്ല.
ദുനിയാവ് മുഴുവൻ മറക്കും. സ്വർഗത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തായിരിക്കും സ്വർഗം? അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. തിരിച്ച് അയാളുടെ 5-6 മക്കളുണ്ട്. എല്ലാവരും വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയേഴ്സും CMAക്കാരൊക്കെയാണ്. പ്രമാണിയാണ്, ലക്ഷപ്രഭുവാണ്, ഫുൾ റോയൽ ഫാമിലിയാണ്, മെറ്റീരിയൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ്, എല്ലാം ഒക്കെയാണ്. കേരളത്തിൽ ഏറ്റവും മുന്തിയ കാറ് മൂപ്പരുടെ വീട്ടിലെത്തി നോക്കിയാൽ കാണും. ഇറ്റ് വിൽ ബി ദർ, അവിടെ ഉണ്ടാവും. അത്രയും വലിയ കോടീശ്വരനാണ് അയാള്. മരണപ്പെട്ടു. അയാള് നരകത്തിലാന്ന് വിചാരിച്ചു നോക്ക്. നരകത്തിലെന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പുറത്തെടുക്കും. മുർദാവിന് മുടി പിടിച്ച് പുറത്തെടുത്തിട്ട് 1 സെക്കൻഡേ എനിക്ക് ദുനിയാവുന്ന വല്ല സുഖം ഉണ്ടായിനോ? ഇല്ലല്ലോ. ഒരു സുഖം ഉണ്ടായിട്ട് ഇല്ല. ഒരു സുഖം ഉണ്ടായിട്ട് ഇല്ല. ദുനിയാവ് മൊത്തം നരകത്തിലെത്തിയാലും മറന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകം പറയുമ്പോൾ 3 തവണ കാവൽ ചോദിച്ചാൽ നരകം അള്ളഹാനോട് പറയത്ര, ഓനെ എനിക്ക് വേണ്ട. നരകം പറയും, ഓൻ എൻ്റെ ടീമിൽ വേണ്ട, അവന് ശരിയാവില്ല എന്ന് പറയും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ നരകമെല്ലാം പരാമർശിക്കുന്ന ആയത്ത് വന്നാൽ നമ്മൾ കാവൽ ചോദിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യന് കിട്ടണ ഏറ്റവും വലിയ സുഖമാണല്ലോ സ്വർഗം. കാരണം ഒരാൾ സ്വർഗത്തിൽ 2 കാലെടുത്തു വെച്ചാൽ തന്നെ അവന്റെ നരമ്പിൽ ഇരച്ച് കയറും. ഒരു തരം സുഖം, വല്ലാത്തൊരു സുഖം, ഭയങ്കര സുഖമായിരിക്കും. അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ എത്തിയിട്ട് സ്വർഗം സ്വന്തത്തിനെ മറന്നു പോവുകയാണല്ലോ. സ്വർഗത്തില് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു നിമിഷമാണ് അള്ളാനെ കാണുമ്പോ. അള്ളാനെ കണ്ട സ്വർഗം തന്നെ മറന്നു പോകത്രേ. അപ്പൊ എന്തായിരിക്കും അള്ളാനെ കാണല്? അങ്ങനെ അള്ളാനെ കണ്ട ആളല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിട്ടി തങ്ങളെന്നെ പറയും ഫത്തർലങ്ക് മദീന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിക്കും. കൊടുത്തില്ലേ? 90,000 മുഅ്ജിസത്ത് ആ ചെറിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 90,000. 1-2 സാമ്പിളിന് പറയട്ടെ. അസ്തമിച്ച സൂര്യനോട്, ഭൂമിന്റെ എത്രയോ 10 മടങ്ങുള്ള സൂര്യനോട് ഇങ്ങോട്ട് വാ കോൾ ബാക്ക് വിളിച്ചപ്പോ റുദ്ദത് ബിഗൈരി തറദ്ദുദി, സൂര്യൻ വന്ന്. നിലാവുദിച്ചിരിക്കുന്ന ചന്ദ്രനോട് കഷ്ണാവടാന്ന് പറഞ്ഞപ്പോ വിരലോണ്ട് ഇഷാറത്താക്കിയപ്പോ ശുക്കബി അംബ്രിഹി, 2 കഷ്ണായിട്ട്. ആപ്പിളല്ല കഷ്ണായത്, ചന്ദ്രൻ. അതിന്റെ ഒരു കഷ്ണം ജബൽ അബീ കുബൈസില്. അപ്പൊ ആ വിരലിന്റെ അല്ല ശക്തി എത്രയായിരിക്കും? സംസാരശേഷിയില്ലാത്തൊരു കുട്ടീനെ കൂട്ടിയിട്ട് ഉമ്മ വന്നിട്ട് എത്ര കാലായി പ്രസവിച്ചിട്ട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ട, കേൾക്കാൻ പൂതിയുണ്ട് തങ്ങളെ. കുട്ടീനെ കൊണ്ടുവാ മോനെ, ഇതുവരെ സംസാരിച്ചിട്ടില്ല അല്ലേ മോനെ? മൻ അന, ഞാനാരാ? അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്ന്. സർജറിയും ഇല്ല, ഓപ്പറേഷനും ഇല്ല, പ്രശ്നം തീർന്ന്. തങ്ങൾ ആരാന്നറിയോ? അത്രയും തങ്ങൾക്ക് തരും നബിയെ. അന്ന് തങ്ങൾക്ക് ഇഷ്ടാവും. എങ്ങനെങ്കിലും തങ്ങളെ വിഷമം അള്ളാഹ്ക്ക് പോകിപ്പിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കണത്. തങ്ങൾക്ക് വിഷമാണ്ടോ, തങ്ങൾക്ക് എല്ലാം തരും പറഞ്ഞപ്പോ ഉടനെ എന്താ പറഞ്ഞെന്നറിയാം? എന്നെ തൃപ്തിപ്പെടുത്താനല്ലേ. എന്നാൽ എൻ്റെ ഉമ്മത്തിലെ ഒറ്റ ആള് നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല. എൻ്റെ ഉമ്മത്തെ എല്ലാവരും സ്വർഗത്തിൽ കിടക്കണം. അന്നേരം നമ്മളെ മറന്നിട്ടില്ല. പിന്നെ എന്നാ മറക്കുക? മറക്കോ? ഇല്ല. അപ്പൊ ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കണ്ട, അല്ല തങ്ങളെ റുക്കൂയിലും സുജൂദിലും അത്തയ്യാത്തിലും നൃത്തത്തിലും എപ്പോ ഉമ്മത്താന്നല്ല. അപ്പൊ തങ്ങൾ തിരിച്ച്, ഞാൻ ഈ ദുനിയാവിലും ഖബറിലായാലും മഹ്ശറിലായാലും എൻ്റെ ഉമ്മത്തിനാ ആയിഷ എന്നാ പറയേണ്ടത്. അപ്പൊ ആ തങ്ങൾ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. എന്തിന്? നമ്മളെ നേതാവിനെ നമ്മൾ എന്തിനാ ശരിക്കും വേദനിപ്പിക്കേണ്ട ആവശ്യം? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കൽബ് വേദനിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം വേദന സഹിച്ചിട്ടാ ഈ ദുനിയാവെന്ന് തങ്ങൾ പോയത്. 25-ലധികം തവണ വധശ്രമം നടന്നിട്ടുണ്ടല്ലോ തങ്ങൾക്കെതിരെ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ ഒരു മുണ്ട് കുരുക്കിയിട്ട് തങ്ങളെ കഴുത്തിനിട്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? ത്വായിഫുകാരല്ലേ? സ്വർഗത്തിൽ ആദ്യം എടുത്തു നോക്കേണ്ട കാലിന് കല്ലെറിഞ്ഞിട്ട് പൊട്ടിച്ച് രക്തൊലിച്ചില്ലേ? അതേതാ വയസ്സ് നോക്കി ആ സമയത്ത്. എന്നിട്ട് തളർന്നിരിക്കുമ്പോ ആ പിള്ളേർ വിളിച്ച് വിളിയുണ്ട്. നിങ്ങള് ലോകത്ത് ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട ചീത്തയെ വിളിച്ച് ഭ്രാന്തൻ. ലോകത്തെ ബുദ്ധിമാനായ നേതാവിനെ കേട്ടു, അതും കേട്ടു.
വിശന്നിട്ട് കല്ല് കെട്ടിയാൽ നിൽക്കാനൊക്കെ പറ്റും, വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം. കിടക്കാൻ പറ്റൂല കല്ല് കെട്ടിയാൽ. കല്ല് മാറ്റി വെച്ച് കിടക്കുമ്പോൾ വയറുവേദന വരാൻ തുടങ്ങി. ആയിഷുമ്മന്താക്കൽ എന്നറിയ പാതിരാക്ക് അടുത്ത വയറ് തടവി കൊടുക്കും. സ്വർഗത്തിന്റെ രാജാവിന്റെ കഥയാ പറയണത്. മക്കത്ത് നിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്ററിലെ നമുക്ക് വേണ്ടിയിട്ട് സഞ്ചരിച്ചത്. ആ നടത്തത്തിനിടയിലല്ലേ കാലിന്റെ നഖം പൊട്ടിയത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നേതാവിന്റെ യാതനകൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 ദിവസം മുന്നേ അർത്ഥ ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗവും അടുത്ത കഴുത്തിന് കൊണ്ടിട്ടിട്ട് സുജൂദിൽ തല പൊന്തിക്കാൻ പറ്റണില്ല. ഇനിയും വേദനിപ്പിക്കണോ തങ്ങൾ റൗലയിലേക്ക് താമസം മാറിയ പിന്നെ യുക്തിവാദികളും ഓറിയന്റലിസ്റ്റും ലിബറലിസ ടീമും ഫെമിനിസ്റ്റ് വാദക്കാരും വിദഗ്ധക്കാരൊക്കെ ഉണ്ട് എമ്പാടും വേദനിപ്പിക്കാൻ. നമ്മളും വേദനിപ്പിച്ചാലോ? അരുത്. എന്ത് പാവം നേതാവ് നമ്മളെ മുസ്നദ് അഹമ്മദിൽ കണ്ടിട്ടിങ്ങ ഒരു പെൺകുട്ടി ഇങ്ങനെ വഴിയിൽ നിന്ന് കരയും. എന്തിനാ മോളെ കരയെന്ന് വെച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാനൊരു അടിമ പെണ്ണാന്ന്, വീട്ടിൽ നിന്ന് 2 ദിർഹം വന്നിട്ട് സാധനം വാങ്ങാൻ അയച്ചാണ്, അത് കാണുന്നില്ല. അതിനാ കരയണ. എടുത്ത് കൊടുത്ത് വറയല്ലേ അഭയകേന്ദ്രം കൊടുത്ത് പോയിക്കാണോ. പിന്നെയും കരച്ചില്. പിന്നെന്തിനാ മോള് കരയണത്? അത് കുറേ സമയമായി പരത്തുന്ന്, കുറെ മണിക്കൂർ എവിടെ പോയിനെന്ന് ചോദിക്കൂ. അപ്പൊ എന്നെ അടിക്കോന്ന് പേടിയുണ്ട്. മോളെ വീടെടെ വാ എന്നിട്ട് നടക്കാൻ തുടങ്ങി. 2ാമത്തെ ഒക്കെ സ്ഥലം മടക്കിയിട്ടുണ്ട്. തങ്ങളെ ദുആ കുറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തങ്ങളെന്താ വന്നേ? ഈ മോള് നിങ്ങളെ വീട്ടില്? അതെ. അത് ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് 2 ദിർഹം മിസ്സായി. ഞാൻ കൊടുത്തു. പിന്നെ ആ കുട്ടി പറഞ്ഞു നേരം വൈകിയതിന് നിങ്ങളെ വീട്ടുകാർ അടിക്കോന്ന് പേടിയുണ്ട്, ആ മോളെ അടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാ വന്നേന്ന്. എത്ര ദൂരെ വെയിലത്ത് നടന്നു നോക്കി, ഒരു കൊച്ചു മോക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങള് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഉമ്മത്തിനെ മലക്കൾ നരകത്തിലിടോന്ന് പേടിച്ചിട്ട് അർശിന്റെ അവിടെ കാവലിക്ക് പോയിട്ട് സ്വർഗത്തിൽ സുഖിച്ചിരുന്നൂടെ? എല്ലാ നബിമാർക്കും വെച്ചു കൊടുക്കുന്ന സിംഹാസനത്തിൽ പോയിട്ട് ഇരിക്കൂല തങ്ങള്. ഞാൻ ആടെ ഇരുന്ന എൻ്റെ ഉമ്മത്തിനെ ആരാ നോക്കുക എന്ന് വിചാരിച്ചിട്ട്. ആ തങ്ങളെ സ്നേഹിക്കാൻ ഇനി നിങ്ങൾക്ക് കുറെ തെളിവ് വേണോ? കുറെ പ്രമാണം വേണോ? അടുത്ത റബീഉൽ അവ്വലാവണോ? അവിടുത്തെ വേദനിപ്പിക്കരുത്, അത് മതി. അതന്നെയാണ് ഏറ്റവും വലുത്. തങ്ങൾക്കെതിരെ ഒരമ്പ് വരുന്നുണ്ട്. ഇരുമ്പണ്ടാണല്ലോ അമ്പുണ്ടാക്കുക. ഈ അമ്പ് വരുന്ന സമയത്ത് തടയാനൊന്നുമില്ലാത്തതിന്റെ പേരില് ആവനായിൽ തിരിച്ച് അമ്പ് വെക്കാനുമില്ല, തടയാന് പരിചയമില്ല. ഖത്താദ റളിയല്ലാഹു അൻഹു ഒറ്റത്തുള്ളു. എന്നിട്ട് മുഖം വെച്ചു കൊടുത്തപ്പോ അമ്പ് കണ്ണിലേക്ക് ഒറ്റക്കേറല്. കണ്ണിലേക്ക് കണ്ട അറ്റുപോയപ്പോ സ്വഹാബത്ത് പറഞ്ഞ് ആ മുറിവ് മതി ഖത്താദ മരിക്കാൻ. ഇത് എന്താണ്? കണ്ണ് നേരെ താഴേക്ക് അറ്റുപോയി, നരമ്പിൽ തൂങ്ങിയിട്ട് കണ്ണുമെടുത്തിട്ട് പോവുക. ഇത് കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒറ്റക്ക് അരച്ചില്, എന്റെ ഖത്താദ എന്താടാ ചെയ്തേക്ക്, എന്താ മോനെ ഇത്, കണ്ണല്ലേ പോയെ, ആകൊന്നും പ്രശ്നമില്ല, എന്താ വേണ്ടി മോനിക്ക്, ക്ഷമിക്കോ, ഒരു കണ്ണ് മാത്രമായിട്ട് ജീവിക്കോ. അത് നമുക്കൊരു സുന്ദരിയ ഭാര്യ ഉണ്ട്, ഓളി എന്നെ ഈ ഒറ്റ കണ്ണായിട്ട് കണ്ടാൽ അന്നങ്ങോട്ട് പോവാ. കമ്മബ്രാത്തു വസിബൻ ബില്ലം സിറാത്തു ഒട്ടിച്ചു കൊടുത്തു. ഡബിൾ മൊയ്ജിസത്ത്. ഒന്ന് അറ്റുപോയ കണ്ണ് ഒട്ടിച്ചു കൊടുത്തു, നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചും കൊടുത്തു. ഖത്താദ തങ്ങളുടെ കണ്ണ് തങ്ങളുടെ കാവലിന്. നമ്മുടെ കണ്ണ് ഹറാമിലാവുമ്പോൾ തങ്ങളെ വേദനിപ്പിക്കാനാവും. പാടില്ല, ഒരിക്കലും പാടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഗുഹാമുഖത്തേക്ക് കയറുമ്പോൾ തങ്ങളുടെ കാലിങ്ങനെ തങ്ങളിങ്ങനെ വിരലുമ്മലിങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടുത്തെ കാലിന് മുറിവ് പറ്റിയിട്ടുണ്ട്. തങ്ങൾ 53 വയസ്സല്ലേ തങ്ങൾക്ക്. അന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു എടുത്തിട്ട് ഷോൾഡറിൽ കുഞ്ഞിനെ എടുക്കണ മാതിരി. എന്തായിരിക്കും സിദ്ദീഖ് റളിയല്ലാഹുവിനെ നമുക്ക് പറയാന്ന് കഴിയൂല കേട്ടോ, അത് വേറെ ലോക. എടുത്തിട്ട് മല ഇങ്ങനെ കയറി ഗുഹന്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു തങ്ങൾ കയറല്ലേ, ഞാൻ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ. മൊത്തം വൃത്തിയാക്കിയിട്ട് വന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദ്വാരം മാത്രം ബാക്കിയുണ്ടായിരുന്നു, അതിനാ കിട്ടിയ പാമ്പ് കടി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ടെൻഷൻ പാമ്പ് കടിച്ചതിലല്ല, പിന്നെ എന്തിനാ ടെൻഷൻ എന്ന് വെച്ചാല് എന്റെ കണ്ണീര് ഉറ്റിപ്പോയില്ല, ഞാൻ കാല് വലിച്ചിട്ടില്ല,
പക്ഷെ കണ്ണീരങ്ങോട്ട് ഉറ്റിപ്പോയി. അപ്പൊ തങ്ങൾ നെട്ടിപ്പോയി. അതിലെ അവർക്ക് ടെൻഷൻ. എന്താ പറ്റിയത്? അപ്പൊ ആമ്പടിച്ചു. ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, ഫിദാക അബി വ ഉമ്മി യാ റസൂലുള്ളാഹ് എന്ന് ഉടനെ പറഞ്ഞ വാക്ക്. സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങള് അബൂദാവൂദ് ഇമാമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ നാവൊന്ന് നീട്ടിത്തരോ ചുംബിക്കാനാണ്. കുറെ ഹദീസ് പറഞ്ഞ നാവല്ലേ. ശരിക്കും നമ്മൾ ചുംബിക്കേണ്ടത് ആ ഉമ്മനീര് കൊണ്ട് ഷറഫാക്കപ്പെട്ട കാലായിരിക്കണം. ആ ഉമ്മനീര് കൊണ്ട് തടവിയ മഹബത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൽ നിന്ന് പഠിക്കണം. നമുക്ക് അവിടുന്ന് ഒരു പഠനം ആരംഭിക്കാം. അസ്സലാമു അലൈക്കും.